A warm good evening to everyone. എല്ലാവർക്കും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സംതൃപ്തിയോടെയും കൂടിയുള്ള ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾ ആശംസിക്കുകയാണ്. ഇന്നലെ ഒരു ദിവസത്തെ ക്ലാസ് നമ്മൾ മിസ്സായി. സാറ്റർഡേ മിസ്സായതല്ല, സ്വാഭാവികം. ഇന്നലെ ഞാൻ ചെറിയൊരു പ്രോഗ്രാമിലായിരുന്ന ഈ സമയത്ത് അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. കാരണം എപ്പോഴും അങ്ങനെയുള്ള അസുലഭ മുഹൂർത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ അതിന് നന്ദിയോടുകൂടി സ്മരിക്കുക, അതിനെ നന്ദിയോടുകൂടി ആസ്വദിക്കുക, ആ ഓർമ്മ എന്നും നന്നായി തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇന്നലെ ഞാനൊരു പ്രോഗ്രാമിന് പോയതായിരുന്നു. അമേസിങ് പ്രോഗ്രാം ആയിരുന്നു. അമേസിങ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കോളേജ് ലൈഫിന് ശേഷം അടുത്തൊരു കോളേജിലേക്ക് പോയപ്പോൾ അതിനെ വെല്ലുന്ന തരത്തിലുള്ള ഒരു അതിശയകരമായ ഒരു മുഹൂർത്തമായിരുന്നു കണ്ടത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടീനേജേഴ്സിന് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനുമായിട്ടുള്ള ക്ലാസ് എടുക്കണമെന്ന് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ ഇന്നലെ മുഴുനീളം അവിടെ ഇരുന്നപ്പോൾ ആ പ്രോഗ്രാമിന് ഇരുന്നിട്ട് എന്നെ അവർ ആദ്യം കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നെ ഗസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. അവിടെ ഇരുന്ന് നന്നായിട്ട് കാണാം, ബാക്കി എല്ലായിടത്തും അങ്ങനെ കാണാൻ പറ്റും. അവിടെ ഇരുന്ന് ഞാൻ മുഴുനീളം ഈ പ്രോഗ്രാം നടക്കുമ്പോൾ മുഴുനീളം ചിന്തിച്ചത് നമ്മളുടെ ടീനേജേഴ്സിന് എങ്ങനെ ഇതുപോലെ ഇൻസ്പയർ ആയി അവരെ നിർത്താൻ പറ്റും. പുതിയ തലമുറ, പ്രത്യേകിച്ച് ഞാൻ കേരളത്തിലല്ലായിരുന്നു അത് കണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ചിന്തയായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഒരു ഐ ഓപ്പണിംഗ് ആയി മാറി. അതുകൊണ്ട് താങ്ക് യു എന്ന് തന്നെ എല്ലാത്തിനും, ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തവരും അതിന് പോകാൻ എനിക്ക് സാധിച്ചതിനും അത്രയും മനോഹരമായി അത് കൃത്യമായി വിശകലനം ചെയ്യാൻ സാധിച്ചതിന് അതിന് തന്നെ നന്ദി. അത് എനിക്ക് വലിയൊരു ഇൻസൈറ്റ് നൽകിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത്, നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരിക, സന്തോഷം നിലനിർത്തുക, അതിലൂടെ ജീവിതത്തിൽ നമ്മുടേതായ കാര്യങ്ങളെല്ലാം നേടാൻ സാധിക്കുന്നത് അങ്ങനെ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. വെൻ യു ആർ ഹാപ്പി, എവറിഥിങ് സറൗണ്ട് യു വിൽ ബി ഹാപ്പി. നിങ്ങൾ എപ്പോൾ സന്തോഷവാനാകുന്നുവോ അപ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടം മുഴുവൻ സന്തോഷവാനാകുന്നു. നിങ്ങൾ എപ്പോൾ ദുഃഖിതനാകുന്നുവോ അത് നിങ്ങളുടെ ചുറ്റുവട്ടത്തേക്ക് മുഴുവൻ പ്രസരിപ്പിക്കുന്നു. അപ്പോൾ തീരുമാനിക്കുക, നമ്മൾ സന്തോഷവാനായാൽ നമ്മുടെ ചുറ്റുവട്ടം മാറും, നമ്മൾ ദുഃഖിതനായാൽ നമ്മുടെ ചുറ്റുവട്ടവും ദുഃഖിതരാകും. അപ്പൊ നമ്മളെല്ലാം ജീവിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അവർക്ക് വേണ്ടിയിട്ടല്ലേ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. ആർക്കോ വേണ്ടി എന്നല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ആ വികല സങ്കല്പമുള്ള ആൾക്കാരോട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ദുഃഖിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ അവർക്ക് എന്താണ് നൽകുന്നത്? ദുഃഖം മാത്രമാണ് അല്ലെ. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ എന്തായിരിക്കും അവർക്ക് നൽകുന്നത്? സന്തോഷം മാത്രം നോക്കും. ഇനി തീരുമാനം നിങ്ങളുടേതാണ്. അവർക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങൾക്ക് ഇതിൽ തീരുമാനിക്കാം. നിങ്ങൾ അവർക്ക് ദുഃഖം നൽകണോ സന്തോഷം നൽകണോ. രണ്ടാമത്തെ ഒരു കാര്യം പ്രധാനമായി പറയാനുണ്ട്, അത് പറയാതെ പോകാൻ പാടില്ല. ഞാൻ പലവട്ടം പറഞ്ഞതാണ്, പക്ഷെ എന്നാലും ഡയറക്റ്റ് ആയിട്ട് ഇന്ന് പറയുകയാണ്. ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ അല്ലെങ്കിൽ ദിനേശ് മുങ്ങത്തിന്റെ ക്ലാസ്സിൽ ഇവിടെ ഒരാൾക്കും ശൂന്യതയിൽ സൃഷ്ടിക്കേണ്ട ഒരു വിദ്യയും പഠിപ്പിച്ചു തരുന്നില്ല. അങ്ങനെ ഒരു വിദ്യയും എനിക്കിവിടെ ഇല്ല. അത് ചോദിച്ചിട്ട് ആരും വിളിക്കേണ്ടതില്ല. എന്നെയോ അഡ്മിനെയോ ആരെങ്കിലും ദയവ് ചെയ്ത് ശൂന്യതയിൽ നിന്ന് മണി സൃഷ്ടിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കരുത്. ഞങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ സമയമില്ല എന്ന് പച്ചക്ക് പറയുകയാണ്. അങ്ങനെ ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു വഴിയുമില്ല. കാശ് ഉണ്ടാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. M=E+T. അതായത് പൈസയുടെ സീക്രട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഊർജവും നിങ്ങളുടെ സമയവും എവിടെ നിങ്ങൾ വിനിയോഗിക്കുന്നു അവിടെ നിങ്ങൾക്ക് പണമുണ്ടാകും. ദിനേശ് മുങ്ങത്തിന് പണമുണ്ടാകുന്നത് ഞാൻ എൻ്റെ എനർജിയും സമയവും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പോൾ മാത്രമാണ് എനിക്ക് കാശ് വരുന്നത്. അതേപോലെ നിങ്ങളും ചെയ്താൽ നിങ്ങൾക്കും പൈസ തരും. ഇത് രണ്ടും ചെയ്യാതെ പൈസ വരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. 3 വട്ടം പറയുന്നു, നടക്കില്ല.
അതുകൊണ്ട് ആരും അതിനു വേണ്ടിയിട്ട് തുനിയേണ്ടതില്ല എന്ന് മാത്രം. നമുക്ക് എനർജിയെ കൂട്ടാനുള്ള വഴികൾ ഞാനിവിടെ പറഞ്ഞു തരുന്നു. സമയത്തെ ഷോർട്ട് ചെയ്യാനുള്ള പരിപാടികൾ ഞാൻ പറഞ്ഞു തരുന്നു. ഇത് ശ്രദ്ധിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം പല ആൾക്കാരും ഇത് ഇങ്ങനെ വിചാരിച്ചത് അങ്ങനെയൊന്നുമല്ല. അതിലുള്ള വ്യൂസ് ഒക്കെ മതി എനിക്ക് യൂട്യൂബിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് സന്തോഷപൂർവ്വം. കാരണം അങ്ങനെ ഷോർട്ട് കട്ടുകൾ ഇവിടെ ഇല്ല, ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ലെന്നറിയാം. ഓക്കെ, ഇനി എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആർക്കെങ്കിലും അതിനു മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യുക. ഞാൻ ഒന്ന് അൺമ്യൂട്ടിന് ഓപ്ഷൻ തരാം. എന്തെങ്കിലും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഷെയർ ചെയ്തോളൂ. ആർക്കെങ്കിലും ഉണ്ടോ സംസാരിക്കാൻ? അൺമ്യൂട്ട് ചെയ്യാം. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും വേണം അൺമ്യൂട്ട് ചെയ്യാം. സാർ എനിക്ക് പറയാനുണ്ട്. പറഞ്ഞോ. ഞാൻ പത്മിനി ഫ്രം തൃശ്ശൂർ. ഞാൻ ഇന്ന് സാറിന് ഒരു മെസ്സേജ് അയച്ചിരുന്നു. എന്റെ ഹസ്ബൻഡ് ICUലാണ്. എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ സാർ എനിക്കൊരു വിദ്യ പറഞ്ഞു തന്നു. അത് ഞാൻ 108 പ്രാവശ്യം ചെയ്തു. അപ്പൊ എനിക്ക് ഇപ്പം ഹസ്ബൻഡിന് ഇൻസുലിൻ ബോട്ടിലിൽ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷുഗർ ഡൗൺ ആയി, ഹൈ ആയിപ്പോയി. ഇപ്പൊ ഞാൻ കാണുമ്പോ ഷുഗറൊക്കെ ആ പമ്പ് മാറ്റി ഇഞ്ചക്ഷൻ മതി എന്നാക്കിയിട്ടുണ്ട്. അപ്പൊ ഷുഗർ കൺട്രോൾ ആയിട്ടുണ്ട്. കൺട്രോൾ വെച്ചാൽ വല്ലാണ്ട് കൺട്രോൾ അല്ല, പക്ഷെ അങ്ങനെയല്ല. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി, സന്തോഷമായി. ഞാൻ വളരെ രാവിലെ തുടങ്ങി ഭയങ്കര വിഷമിച്ചിട്ടിരിക്കുകയായിരുന്നു. എനിക്ക് സന്തോഷമായി സാർ. ആ അഫർമേഷൻ ചെയ്തപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നു നിങ്ങളുടെ മനസ്സിൽ? മാറ്റം ഉണ്ടായിരുന്നു. മാറ്റം വന്നു. അതെ, അത് മാത്രമാണ് ഇവിടുത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. വളരെ വളരെ എന്താ പറയാ, വളരെ നെഞ്ചോട് ചേർത്താണ് ഞാൻ ആ വാചകം 108. എനിക്കൊരു ചേച്ചി ഒരു ജപമാല തന്നു. അതിൽ 108 തവണ ഞാൻ അത് കൃത്യമായിട്ട് ICUവിന്റെ മുമ്പിൽ ഇരുന്ന് അതൊക്കെ ചെയ്തു. സന്തോഷായി സാറേ, സന്തോഷായി. പിന്നെ ഞാൻ വേറൊരു അഫർമേഷനും കൂടി വെച്ചിരുന്നു. എന്റെ മോൻ ഗുണാക്കേവ് ചെയ്തിട്ടുണ്ടല്ലോ. ആ ഗുണാക്കേവില് അവന്റേതായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് അവിടെ. അതിൽ ആളുകൾ കയറിയാൽ മാത്രമേ എന്റെ മോന് പൈസ കിട്ടുള്ളൂ. അപ്പൊ അതിലും ഇന്ന് നല്ല തിരക്കായിരുന്നു എന്നും കേട്ടു. അത് ഞാൻ അഫർമേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഐ ആം സോ ഹാപ്പി. സോ താങ്ക്സ് യൂണിവേഴ്സ്, താങ്ക്സ്. നിങ്ങളുടെ മകനാണോ പാലക്കാട് ഗുണാക്കേവ് വെച്ചിട്ടുള്ളത്? അതെ 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 അതെ. രണ്ടാമത്തെ വട്ടമാണല്ലോ എനിക്ക് കേൾക്കുന്നത്. നമ്മളൊരു കുട്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ കാണാനായിട്ട്. അവള് മാനിഫെസ്റ്റ് ചെയ്തത് നിങ്ങളുടെ മകനാണ് ചെയ്തതല്ലേ? അതും എനിക്ക് സന്തോഷമായി. നമ്മൾ ഇത്രയും പേര് എന്റെ മോന്റെ ഒരു പ്രശസ്തിനെ കുറിച്ച് അറിഞ്ഞല്ലോ. വെരി ഗുഡ്. പബ്ലിക്കായിട്ട് പറയാം, നമ്മുടെ പാലക്കാട് ഗുണാക്കേവ് ഒരു എക്സിബിഷൻ അല്ലേ, എക്സിബിഷന്റെ മോന്റെ പേരെന്താണ്? മകന്റെ പേര് അഖിൽ. നമ്മുടെ അഖിലിന്റെ ആണ് ആ ഗുണാക്കേവ്. അതിൽ പാലക്കാട് ഭാഗത്തുള്ളവരെല്ലാവരും പോവുക. അതിന്റെ ആ ഗുണാക്കേവിന്റെ ആ ഒരു മാസ്മരികത ഒന്ന് അനുഭവിക്കുക. എന്നിട്ട് ജീവിതത്തിൽ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ജീവിതത്തിൽ. ഭയത്തെയൊക്കെ ഓവർകം ചെയ്യാൻ ഇതൊക്കെ വളരെ നല്ലൊരു പരിപാടിയാണ്. ഏതായാലും അഖിലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മൾ പബ്ലിക്കായിട്ട് യൂട്യൂബിലൂടെ അതിന്റെ ഒരു ഇത് പറയാണ്. ആഗ്രഹമുള്ളവരൊക്കെ പോവുക, കാണുക കേട്ടോ. ഞാൻ പബ്ലിക്കായിട്ട് പറയാം. കഴിഞ്ഞ വർഷം കണ്ണൂര് എന്താ പറയാ, ഇതേപോലെ തന്നെ എക്സിബിഷനിൽ ടൈറ്റാനിക് കപ്പല ചെയ്തു. ഓക്കെ, അവന് ചെയ്യട്ടെ, കൂടുതൽ അനുഭവട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇൻസുലിൻ ഷുഗറിന് രാവിലെ ഞാൻ കണ്ടപ്പോ അത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ഷുഗറിന് ഇതായി കഴിഞ്ഞാൽ പിന്നെ ഇൻസുലിൻ തകരാറായി കഴിഞ്ഞാൽ പിന്നെ അതിന് മരുന്നൊന്നുമില്ല. അതിങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് അവിടെ മാജിക്കുകളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് കൺട്രോൾ ചെയ്ത് പോയാൽ മതി. അതൊന്നും സംഭവിക്കാനില്ല അതിന്. അത്രയും ഹൈ ആയിരിക്കും. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കും പറയാനുണ്ടോ? വേറെ ആർക്കും ഇല്ലല്ലോ, ഒന്നും പറയാനില്ലല്ലോ. ശരി, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ? അപ്പോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, നിങ്ങളും കുതിച്ചുയരും, ഭാഗ്യം നിങ്ങളെ തേടിയെത്തുമെന്നാണ്. ഈ ഭാഗ്യം നിങ്ങളെ തേടിയെത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രം അവര് പേര് എഴുതി എന്ന് ടൈപ്പ് ചെയ്യാം. ഭാഗ്യം നിങ്ങളെ തേടിയെത്തണമെങ്കിൽ ഉള്ള ഒരു ആഗ്രഹം മാത്രമുള്ളത്.
യെസ് 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 യെസ്, റെഡിയാണ്, റെഡി റെഡി. യെസ്, എല്ലാവരും ഉണ്ട്. ഭാഗ്യം തേടി. ഓക്കെ, എങ്കിൽ അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. അതിന് നിങ്ങൾ ഇതേപോലെ മറുപടി പറയണം. എന്താണ് നിങ്ങളെ തേടി എത്തേണ്ടത്? ആ സാധനത്തിന്റെ പേരെന്ന് പറയാമോ? ആ ലഭിക്കേണ്ട സംഭവത്തിന്റെ പേരെന്ന് പറയാമോ? ഭാഗ്യം നിങ്ങളെ തേടിയെത്തണം. എന്ത് രൂപത്തിൽ ഭാഗ്യം നിങ്ങളെ തേടിയെത്തണം? എന്തായി മാറണം? സന്തോഷമാണോ? സന്തോഷം നേടാനായിട്ട് ഭാഗ്യം വേണോ? ചെറിയ പ്രവർത്തനം ചെയ്താൽ പോരെ? സന്തോഷം നമുക്ക് നൽകാനായിട്ട് ഭാഗ്യമല്ല വേണം. സന്തോഷം, യെസ്, സന്തോഷം ലഭിക്കാനായിട്ട് നമുക്ക് വേണ്ടത് മനസ്സിനെ പാകപ്പെടുത്തുക മാത്രമാണ്. അപ്പോൾ സന്തോഷം അവിടെ അനുഭവിച്ചോളൂ. കാരണം സന്തോഷം എന്നൊരു ഭാഗ്യം കൊണ്ടുണ്ടാവുന്നതല്ല, അത് ഹോർമോണിന്റെ ചേഞ്ചസ് കൊണ്ടുണ്ടാവുന്നതാണ്. ഹോർമോണിനെ ബാലൻസ് ചെയ്താൽ അത് സന്തോഷം നടന്നിരിക്കും. അവിടെ ഭാഗ്യമാണ്. എന്താണ് ഈ ഭാഗ്യം എന്ന് പറയുന്നത്? മിറാക്കിൾ. ദെർ ഈസ് സംതിങ് ഇപ്പോൾ ഇല്ലാത്തൊരു സാധനം സംഭവിക്കണം, അല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഓരോന്നും പറഞ്ഞത് പറയാം. രണ്ടാമത്തെ ആൾക്കാർ പറഞ്ഞു മണി. മണി ശരിക്കും ഭാഗ്യം കൊണ്ടുണ്ടാവേണ്ട സാധനമാണോ? മണി ഇല്ലാത്തൊരു സാധനം പുതിയതായിട്ട് ഉണ്ടാവുകയാണോ ചെയ്യുന്നത്? ഭാഗ്യം എന്ന് പറയുന്നത് നിലവിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം നിങ്ങളിലേക്ക് എത്തുന്നതിനാണ് ഭാഗ്യം എന്ന് പറയുന്നത്. മിറാക്കിൾ എന്ന് പറയുന്ന സാധനമല്ലേ? അപ്പോൾ മണി നിങ്ങളിൽ ഇല്ലേ? തീരെ ഇല്ലാത്തതാണോ മണി? എന്നിട്ടാണോ പുതിയൊരു മണി നിങ്ങളിൽ വരേണ്ടത്? അല്ലല്ലോ. നിങ്ങൾക്ക് ഉണ്ടാവേണ്ട എന്താണ്? അവിടെ മണിയുടെ ഭാഗ്യമല്ല ഉണ്ടാവേണ്ടത്, മണിയുടെ ലക്ഷ്യബോധം കൂടുകയാണ് ചെയ്യേണ്ടത്. വാല്യൂ കൂടുകയാണ്, ടോട്ടാലിറ്റി കൂടുകയാണ് ചെയ്യേണ്ടത്. മണി നിങ്ങളിലുണ്ട്, അതിനെ കൂടുതലാക്കി തരികയോ അല്ലെങ്കിൽ അതിന് കൃത്യമായി വിനിയോഗിക്കാൻ പഠിക്കുകയല്ലേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ മണിയുമില്ല. സൗഭാഗ്യം, അത് തന്നെ ചോദിച്ചു, സൗഭാഗ്യം. രണ്ടാമത് ഹെൽത്ത്. ഹെൽത്ത് ഭാഗ്യം കൊണ്ട് ഉണ്ടാകുന്ന സാധനമാണോ? അപ്പൊ നിങ്ങൾക്ക് ഇല്ല ഇപ്പൊ ഹെൽത്ത്. സമൃദ്ധി, അവസരങ്ങൾ. അവസരം, ഓക്കെ, അത് കറക്റ്റാണ്. ഈ അവസരങ്ങൾ എന്ത് അവസരമാണ് വേണ്ടത്? എന്ത് വേണം? അവസരം ജോലി അവസരമായിട്ട് വേണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവസരമായിട്ട് വേണം. ഇവിടെ ലാസ്റ്റ് ഇഷാൻ പറഞ്ഞതാണ്, ഭാഗ്യം നിങ്ങൾക്ക് വേണ്ടത് ലക്ഷ്യബോധത്തിലേക്കാണ്. നിങ്ങളുടെ ലക്ഷ്യബോധം സെറ്റ് ചെയ്യുന്നതിന് മാത്രമാണ് ഭാഗ്യം വേണ്ടത്. അങ്ങനെ ഒരു ലക്ഷ്യബോധം നിങ്ങളിൽ എത്തിയെന്നാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. ബാക്കിയൊക്കെ നടക്കും. നമുക്ക് ഭാഗ്യമായിട്ട് വരേണ്ടത് നമ്മുടെ ലക്ഷ്യബോധമാണ്. ഈ ലക്ഷ്യമാണ് എനിക്ക് വേണ്ടത് എന്ന് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടല്ലോ, അതാണ് നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത്. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്തായിരിക്കും? നിങ്ങൾ ഇന്നത്തെ ഇതിനകത്ത് കണ്ടിട്ടുണ്ടോ? കൊമ്പുള്ള 2 കുതിരയാണ് വെച്ചിരിക്കുന്നത്. ഫോട്ടോ ഇമേജ് കണ്ടിരുന്നു. നമ്മൾ ഇതൊക്കെ വെക്കുമ്പോൾ അവർ ശ്രദ്ധിച്ചോണ്ടായിരിക്കണേ. കുതിരയ്ക്ക് കൊമ്പുണ്ടോ? ഇല്ലല്ലോ. ആണോ? 2 മുന്നോട്ട് വെച്ചിരിക്കുന്ന കൊമ്പുള്ള കുതിരയെ ഞാൻ ഇമോജി അയച്ചു വെച്ചു. എന്താണ് ആ കൊമ്പുള്ള കുതിരയൊക്കെ? ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവും അല്ലെ? അപ്പോഴല്ലേ കുതിര ഇത് കാര്യമാണ്. അപ്പോൾ നമുക്ക് ലക്ഷ്യം എന്താണ് എന്ന് തീരുമാനിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ എപ്പോഴും പറയാറില്ലേ, നിങ്ങൾ 1 കോടി രൂപ 2025 വേണമെന്ന് ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പണിയെടുക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ നിങ്ങൾക്ക് കിട്ടിയ കാശ് ദൂർത്തടിക്കാൻ തോന്നുമോ? പിന്നെ നിങ്ങൾക്ക് ഓരോ സാധനം വിൽക്കുമ്പോൾ, ബിസിനസ്സുകാരാണ്, ഓരോ സാധനം വിൽക്കുമ്പോഴേക്കും അതിൽ ഇത്ര രൂപ എനിക്ക് ലാഭം ഉണ്ടാവണം ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ നിങ്ങൾക്ക് ഒരാൾക്ക് കാശ് കടം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമോ? ഇല്ലല്ലോ, സംഭവിക്കുകയല്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫെയിൽ ആയി പോകുന്നത് ഈ ഭാഗത്താണ്. എന്തുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് വീണ്ടും വീണ്ടും പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണക്കാരൻ ഇതൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താണ് ഈ ലക്ഷ്യമെന്ന്? സാറേ എനിക്കത് വേണം, സാറേ ഇത് കിട്ടണം, ഇത് വേണം, ഉണ്ടാവും. എന്താണ് ഈ വേണ്ടത് എന്ന് ചോദിച്ചത് മറുപടിയില്ല. ഇതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു, വിഷൻ ബോർഡ് 2025 സെറ്റ് ചെയ്തപ്പോഴും ഞാൻ അവരോട് ഞാൻ പറഞ്ഞു, എല്ലാവരും ചേർന്നിട്ടുണ്ട്, പക്ഷെ 80% ആൾക്കാർക്ക് മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 20% ഇപ്പോഴും നടുക്കടവ് നിൽക്കുകയാണ്. ഇങ്ങോട്ട് തൊഴിയണോ അങ്ങോട്ട് തൊഴിയണോ?
ഇങ്ങോട്ട് തൊഴിയണോ അങ്ങോട്ട് തൊഴിയണോ, ഒന്നുമില്ല. അവസാനം അത് സംഭവിക്കുന്നത് എന്താണ്? കുത്തൊഴുക്കിൽ പെട്ടിട്ട് അങ്ങ് ഒലിച്ചു പോകും. ഇതാണ് ലക്ഷ്യബോധത്തിന്റെ പ്രാധാന്യം. ഇനി സക്സസ് ലൈഫ് ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞു 10 കാര്യങ്ങൾ പറഞ്ഞു പോകാം. നിങ്ങളോട് ഒരു ഹാപ്പി ന്യൂസും കൂടി പറയാനുണ്ട്. ജനുവരി 1 മുതൽ നമ്മുടെ മൊത്തത്തിലുള്ള ചേഞ്ചസ് വരും. കുറേ കോഴ്സുകൾ ആഡ് ചെയ്യും, കുറേ കോഴ്സുകൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്തൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ജനുവരി 1 മുതൽ ഈ സൂം ക്ലാസ്സുകളൊക്കെ മൊത്തത്തിലൊന്ന് മാറ്റപ്പെടും. കാരണം ഇവിടെയൊക്കെ ഫിൽട്രേഷൻ നടക്കും, ഒക്കെ ചെയ്യും. നല്ല ഒരു മാറ്റത്തിലേക്ക് ഇംഗ്ലീഷ് കാര്യങ്ങൾ തുടങ്ങും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഹാപ്പിനെസ് മാസ്റ്റർ അടുത്ത തലത്തിലേക്ക് പോകുന്നു, അടുത്ത തലത്തിലേക്ക് മാറുക. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് 10 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു. സക്സസ് ലൈഫിൽ ജീവിത ലക്ഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സക്സസ് അല്ലെ, ജീവിത ലക്ഷ്യം എന്തിനാണ് ഉണ്ടാവുന്നത്? സക്സസ് ഉണ്ടാവാൻ വേണ്ടിയാണ്. സക്സസ് ഉണ്ടാവാൻ പാലിക്കേണ്ട 10 കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. പോയിന്റ് മാത്രം പറഞ്ഞു പോകുള്ളൂ, ബാക്കി എക്സ്പ്ലനേഷൻ ഒന്നും ഇപ്പൊ പറയില്ല. ഇതൊരു ക്ലാസ് ആയിട്ട് നിങ്ങളിൽ വരുന്നുണ്ട്. ഇത് എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റും. ജീവിതത്തിൽ വിജയിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, അതില്ലാത്തവരാരും ഉണ്ടാവില്ല. പക്ഷെ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയം എന്ന് പറയുന്നത് സാധ്യമേ ആവില്ല. ഒന്നാമത്തെ കാര്യമാണ് ലക്ഷ്യബോധം എന്ന് പറയുന്നത്. എഴുതി വെച്ചോളൂ നിങ്ങൾ. ഒന്നാമത്തെ കാര്യമാണ് ലക്ഷ്യബോധം. ലക്ഷ്യബോധം ഇല്ലാത്തവന് ഒരു കാര്യത്തിലും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്നറിയോ? എന്താണ് അവൻ വിജയിക്കുക? എന്തിനാണ് അവൻ വിജയിക്കുക? വേണ്ടത് എന്താണെന്നറിയാതെ എങ്ങനെ വിജയിക്കാൻ പറ്റും? ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ വേണ്ടത് എന്താണെന്ന് നിർണ്ണയിക്കുകയാണ് ഒന്നാമത്തെ ഘടകം. അവിടെയാണ് നമ്മൾ ബ്ലോക്കേജ് കിടക്കുന്നത്. അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റാതിരിക്കുമ്പോഴാണ് ജേണി ടു ഹാപ്പിനെസ് കോഴ്സും അതിൽ പൈസയും കൊടുത്ത് ചെയ്യാൻ പറ്റാത്ത ആൾക്ക്, അതിനേക്കാളും നെഗറ്റിവിറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അതിന്റെ ചെറിയ കോഴ്സൊക്കെ ഞാൻ കൊടുക്കും. കാരണം അത് ഫിൽട്രേഷൻ നടക്കുമ്പോൾ മാത്രമേ ഈ ബ്ലോക്കേജ് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റൂ, ഗോൾ സെറ്റിംഗിൽ എത്താൻ പറ്റുള്ളൂ. അത് എത്തിക്കുന്ന വഴിയാണ് ഈ വിഷൻ ബോർഡ് പോലുള്ള സാധനങ്ങൾ. ഇതിലേക്കാണ് നിങ്ങൾ കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പഹം മേടിക്കാനും അല്ലെങ്കിൽ കുഴിമന്തി മേടിക്കാനും ചെലവാക്കുന്ന പൈസ മാത്രമേ ഇവിടെ വേണ്ടൂ. ഒരു പ്രാവശ്യത്തെ കുഴിമന്തി, 2 പ്രാവശ്യത്തെ കുഴിമന്തിയെ വേണ്ടു നമുക്ക് ഒരു കോഴ്സ് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ഈ കോഴ്സ് കൊണ്ട് ജീവിതം മാറും, കുഴിമന്തി കൊണ്ട് നിങ്ങളെ വയറ് കേടാവുകയും ചെയ്തേ വ്യത്യാസം പറഞ്ഞത്. അപ്പൊ 10 കാര്യം. ഒന്നാമത്തെ കാര്യം ഗോൾ സെറ്റിംഗ് എങ്ങനെയായിരിക്കണം? ലക്ഷ്യ നിർണയം നമുക്ക് നടത്തണം. രണ്ടാമത്തെ കാര്യം സമയത്തെ നിയന്ത്രിക്കാൻ പഠിക്കാത്തവൻ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, മണി ഉണ്ടാക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഊർജവും സമയവും സംയോജിക്കുമ്പോൾ മാത്രമാണ് മണി ഉണ്ടാവുന്നത്. അപ്പോൾ സമയ നിയന്ത്രണമില്ലാത്ത ഒരാൾക്ക് എന്ത് സംഭവിക്കും? സ്വാഭാവികമായും മണിയും ഉണ്ടാവില്ല, ജീവിതവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. സമയത്തെ നിയന്ത്രിക്കാൻ അതിന് പറ്റണം. മൂന്നാമത്തെ കാര്യം നിരന്തരമായ പഠനമില്ലാത്തവൻ ഒരിക്കലും ഉയരില്ല, രക്ഷപ്പെടില്ല. കാരണം അവൻ പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ ആയിരിക്കും. ഓരോ കാര്യങ്ങളും നിത്യവും പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇവിടെ വന്നതിന് ശേഷം, ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ നിങ്ങൾ വന്നതിന് ശേഷം, ദിനേശ് സാറിന്റെ ക്ലാസ് തുടങ്ങിയതിനു ശേഷം എത്ര വിവരങ്ങൾ, ഇൻഫർമേഷൻസ്, എത്ര നോളജ് നിങ്ങൾ അക്വയർ ചെയ്ത് നോക്കുക. ഇനിയിപ്പോ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴോ നിങ്ങളെ വീട്ടിൽ സംസാരിക്കുമ്പോഴോ അവരും അതിശയത്തോട് നിൽക്കുന്നുണ്ടാവും. ഇതെങ്ങനെ ഹേമലത ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു, എന്താ പറ്റിയത് എന്ന് ചിന്തിക്കുന്നുണ്ടാവില്ലേ? എവിടെ നിന്ന് കിട്ടും ഈ സാധനം? കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. നിങ്ങൾക്ക് ഫീഡ് ചെയ്ത കാര്യങ്ങൾ പഠിച്ചു പോകുന്നു, അല്ലെ? ഇത് വളരെ ശ്രദ്ധിക്കണം. അതില്ലാത്തവർക്ക് വിജയിക്കാൻ പറ്റില്ല. നാലാമത്തെ കാര്യം സോഷ്യൽ ബന്ധങ്ങൾ. നിങ്ങൾക്ക് പരസ്പര സമൂഹവുമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ജോലി, വീട് ജോലി, എന്തായിരിക്കും അവസ്ഥ? ഇതിനേക്കാളും സുഖമായിരുന്നു ജയിലിൽ പോയി താമസിക്കാൻ, തോന്നൂലേ? അപ്പോൾ സോഷ്യൽ ബന്ധങ്ങൾ നിർണായകമാണ് ജീവിതത്തിൽ വിജയിക്കാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ വിജയത്തെ ആൾക്കാർ അംഗീകരിക്കുകയുള്ളൂ, വിജയത്തെ എത്തുള്ളൂ. എഴുതുന്നുണ്ടോ പോയിന്റ്? നാലാമത്തെ പോയിന്റ് സോഷ്യൽ ബന്ധങ്ങൾ. അഞ്ചാമത്തെ കാര്യം എന്താണ്? പ്രിസിസ്റ്റൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ്. വീഴാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടാവുമോ? വീഴാത്തവരാരും ഉണ്ടാവില്ല, അല്ലെ? നമ്മളെല്ലാവരും വീണ് നിൽക്കും. എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾക്ക് ഒരു ദിവസം നിങ്ങൾ 6 മണിക്ക് എഴുന്നേറ്റാൽ എന്ത് സംഭവിക്കും? ആ വീട്ടിൽ അവിടെ ഒന്നും സംഭവിക്കില്ലെന്ന് ബോധവും പിറ്റേ ദിവസം 5 മണിക്ക് എഴുന്നേക്കാൻ കഴിയുന്ന കഴിവാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്.
അതെപ്പോഴും ഉണ്ടാവണം. ജീവിതമാണ് ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോഴും തിരിച്ചു എഴുന്നേറ്റ് വരാൻ പറ്റുന്ന കഴിവ് ഉള്ളവര് മാത്രമേ വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ്. എന്നും വീഴുന്നത് വേറെന്താ അസുഖമാണ്. എന്നും വീഴുന്ന ആള് പിന്നെ പറയാനില്ല. എപ്പോഴെങ്കിലും വീഴുന്ന ആളെ പറയാനുള്ളൂ. എന്നും വീഴുന്നത് വെറും ഒരു തോന്നലാണ്. അങ്ങനെ വീഴില്ല ഒരാൾ. എന്നും വീണെങ്കിൽ പിന്നെ പാതാളത്തിൽ എത്തൂല ആള്. എപ്പോഴേ പോയിട്ടുണ്ടാവും. ഇവിടെ ഉണ്ടാവില്ലല്ലോ. എങ്ങനെ ഉണ്ടാവും? വെറും തോന്നലാണ്. വിജേഷ് എന്നും വീഴാന്ന്. എന്നിട്ട് എഴുന്നേക്കും, വീണ്ടും എഴുന്നേക്കാം. ഇനി ആറാമത്തെ കാര്യം, സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനം. അവനവനെ പരിചരിക്കുക, അവനവനായിട്ട് നിൽക്കുക, അവനവനെ ബന്ധത്തോട് നിർത്തുക എന്ന് പറയുന്ന സെൽഫ് ഡിസിപ്ലിൻ സിസ്റ്റം ഇല്ലാത്ത ഒരാൾ എത്ര പേർക്ക് ഇത് ഇവിടെ ഉണ്ട്? ഒന്ന് പറയാൻ പറ്റുമോ? സാർ, എനിക്ക് നല്ല സെൽഫ് ഡിസിപ്ലിൻ ഇല്ല എന്ന് പറയുന്ന ആൾ മാത്രം പറഞ്ഞു. ഉണ്ട് എന്നുള്ളവർ വളരെ കുറവായിരിക്കും. ഇല്ലാത്തവർ പറഞ്ഞാൽ മതി. അതിൽ ഏറ്റവും കൂടുതൽ ആരും ഇല്ലേ? ആർക്കുണ്ട് സെൽഫ് ഡിസിപ്ലിൻ? ഇല്ലേ? ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? ഉണ്ടല്ലേ? ഭയങ്കര സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കും അല്ലെ? ഇല്ല, കുറച്ചൊക്കെ ഉണ്ടാവുള്ള ആൾക്കാർ. സെൽഫ് ഡിസിപ്ലിൻ വേണം. യെസ്, ഇപ്പോഴുണ്ട്. ഞാൻ ആദ്യം മുകളിൽ പറഞ്ഞ ലക്ഷ്യബോധമുള്ളയാൾക്ക് ഓട്ടോമാറ്റിക്കായി കിട്ടുന്ന സാധനമാണ് സെൽഫ് ഡിസിപ്ലിൻ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് ഒന്നാമത്തെ എടുത്തു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഓട്ടോമാറ്റിക് വന്നോളും. കാരണം അതിലേക്ക് എത്തണമെങ്കിൽ അവനിത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അവൻ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഡിസിപ്ലിൻ കുറവാന്ന് വെച്ചാൽ നിങ്ങളുടെ ലക്ഷ്യബോധം തീവ്രമല്ല എന്നുള്ളതാണ്. അത് ഗിരിജ സുരേഷിന് അതൊക്കെ മനസ്സിലാവാത്തതുകൊണ്ടാണ് സെൽഫ് ഡിസിപ്ലിൻ എന്താണെന്നുള്ളത്. സെൽഫ് ഡിസിപ്ലിൻ മനസ്സിലാക്കിയാൽ, പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുള്ളൂ ഇത് എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ജീവിതത്തെ മാറ്റപ്പെടുന്നത്. ഇത് ഞാനൊരു കോഴ്സ് രൂപേണ ജനുവരി തന്നെ വരുന്നുണ്ട്. പൂർണ്ണമായിട്ട് കോഴ്സ് ഇത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്ന കോഴ്സ് വരുന്നത്. സെൽഫ് ഡിസിപ്ലിൻ ഏഴാമത്തെ കാര്യമാണ്. ഏഴാമത്തെ കാര്യത്തിൽ ഒന്നാമത്തെ ഭാഗം നമുക്കുണ്ട്, രണ്ടാമത്തെ ഭാഗമാണ് ഇല്ലാത്തത്. അതിന് പറയുന്ന പേരാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എന്ന് പറയുന്നത്. പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. അതിൽ നമ്മൾ അഗ്രഗണ്യായി പോവാം. സാറേ, ഒന്നാമത്തെ പാട്ടുണ്ട്, രണ്ടാമത്തെ പാട്ട് എനിക്ക് അറിയത്തേ, ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല അല്ലെ? അങ്ങനെയല്ലേ മിക്കവരുടെയും പ്രശ്നം. സാറേ, പ്രോബ്ലം ഉണ്ട് നമുക്ക് ഇഷ്ടം പോലെ. പ്രോബ്ലത്തിന് ഒരു കുറവില്ല. പക്ഷെ ഇപ്പൊ എല്ലാവരും പറയേ പ്രോബ്ലം പറയാൻ പാടില്ല അല്ലെ? അതില്ല. അപ്പോൾ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എങ്ങനെ ഉണ്ടാവുന്നു എന്നതാണ്. നമ്മളുടെ ഓരോ ചലഞ്ചസിനെയും, നമ്മുടെ ഓരോ പ്രതിബന്ധങ്ങളെയും അനലൈസ് ചെയ്യാനുള്ള കഴിവാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. അതിനെ മറികടക്കാനല്ല, അതിനെ അനലൈസ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടാവുന്നത്. ഇത് പ്രാവർത്തികമാക്കണം, സംഭവിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റുക. ആർക്കെങ്കിലും ഉണ്ടോ പ്രോബ്ലം ഇല്ലാത്ത ഒരു ലൈഫ് ഉണ്ടാവും തോന്നുന്നു? ഒരു ബിസിനസ് ഉണ്ടാവുമോ? ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. എല്ലാത്തിലും ഓരോന്നിനും അതിൻ്റെതായ പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. പ്രോബ്ലം എന്ന് പറഞ്ഞ പ്രശ്നം എന്നല്ല ഉദ്ദേശിക്കുന്നത്, പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. പ്രതിബന്ധങ്ങൾ ഇല്ലാത്ത സ്മൂത്തായി നടന്ന ഒരു സുഖം ഉണ്ടാവില്ല. ഭയങ്കര ബോറടി ആയിരിക്കും. വിശക്കാതിരുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അപ്പറ്റൈറ്റ് എന്ന് പറയുന്ന സാധനം നമുക്കില്ലെങ്കിൽ, വിശപ്പ് എന്ന് പറയുന്ന വികാരം നമുക്കില്ലെങ്കിൽ എന്തൊരു ബോറായിരിക്കും ജീവിതം. അതുപോലെ തന്നെ പ്രോബ്ലം ഇത് സോൾവിങ് ഇല്ലാതിരുന്ന ജീവിതം ബോറടിക്കും. അപ്പൊ അതിനെ തരണം ചെയ്യാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത് എന്നതാണ്. എട്ടാമത്തെ കാര്യം മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്ന് പറയും. മാനസികമായ ഉയർച്ച. എങ്ങനെ? ഇപ്പോഴുള്ള തലത്തിൽ നിന്നും അടുത്ത തലത്തിലേക്കും, അടുത്ത തലത്തിൽ നിന്നും അതിന്റെ മുകളിലെ തലത്തിലേക്കും, അതിന്റെ തലത്തിൽ നിന്നും അതിന്റെ അടുത്ത തലത്തിലേക്കും ദിവസേന അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ മാറാനുള്ള കഴിവുണ്ടാവണം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ പറയാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു കച്ചവടമാണെങ്കിൽ അതിൽ നിങ്ങൾ ഒരു മാസം 10 ലക്ഷം രൂപയുടെ വിറ്റുവരവ് നടത്തുന്നതാണ് നിങ്ങളുടെ നിലവിലുള്ള അവസ്ഥയെങ്കിൽ, അടുത്ത മാസം, അത് 6 മാസം കഴിയുമ്പോൾ അത് 15 ലക്ഷമാക്കി ഉയർത്താനുള്ള മാനസികമായ തയ്യാറെടുപ്പ് നിങ്ങൾക്കില്ലെങ്കിൽ
ആ ബിസിനസിന്റെ അവസ്ഥ എന്താവും? ബിസിനസ് മാത്രം എല്ലാത്തിലും. അടുത്തതും പറയാം. നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബാങ്കിൽ ബാലൻസ് ഉള്ളത് 25 ലക്ഷം രൂപയാണ്. അടുത്ത 6 മാസം നിങ്ങൾ 1 രൂപ പോലും അതിൽ കൂട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുമോ? അപ്പൊ പറയും സാറേ ബാങ്കിൽ 25 ലക്ഷം ബാലൻസ് അല്ല ഉള്ളത്, കടമല്ലേ ഉള്ളത്. അവിടെയും തിരിച്ചു പറയാം. 25 ലക്ഷം രൂപ ഇപ്പോൾ നിങ്ങൾക്ക് ബാങ്കിൽ ലോൺ ഉണ്ട്. അടുത്ത 6 മാസം കഴിയുമ്പോൾ അത് 35 ലക്ഷമായി മാറണോ 15 ലക്ഷമായി മാറണോ? താഴോട്ട് വരുമ്പോഴാണ് അവിടെ ഉയർച്ച അല്ലെ. ഇത് ഇല്ലെങ്കിൽ മൈൻഡ് സെറ്റ്, ആ ഒരു മൈൻഡ് സെറ്റ് നമുക്കില്ലെങ്കിലോ? വിനിയാൻ എന്നോട് എൻ്റെ അടുത്ത് ഒരാൾ സംസാരിക്കാൻ വന്നു. 2 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പൊ അതൊരു 40 ലക്ഷമായിട്ട് കിടക്കുന്നെന്ന് മാത്രമേ അറിയുള്ളൂ. എന്തൊരു ഉയർച്ച അല്ലേ, ഭയങ്കര ഉയർച്ചയല്ലേ അതിന് സംഭവിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി 9ാമത്തെ കാര്യം, നമ്മുടെ ആരോഗ്യസ്ഥിതി പരിപാലനം. ആരോഗ്യസ്ഥിതി പരിപാലനമില്ലാത്ത ആൾക്കാർ എങ്ങനെ വിജയിക്കാൻ പറ്റും ജീവിതത്തിൽ? കാല് എടുത്തു വെക്കുമ്പോ പറയും അയ്യോ മുട്ടുവേദന, അയ്യോ മുട്ടുവേദന, അയ്യോ കാല് വേദന അല്ലേ. ഇവിടെ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, കാലവിടെ ഉണ്ട്, മുട്ട അവിടെ ഉണ്ട്, അത് വേദനിക്കും എന്ന ബോധത്തോടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ശ്രദ്ധിക്കുമോ? ഇല്ല, അതവിടെ ഇരിക്കട്ടെ. അപ്പോ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് നമ്മൾ ഡിസിപ്ലിൻ, നമുക്കില്ലാത്ത ഡിസിപ്ലിൻ ആണ്. എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ടും അല്ലെങ്കിൽ 6 മാസമായിട്ടും ഇവിടെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കുറച്ച് പേര് മാത്രമാണ് ഒന്ന് എക്സസൈസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ കാലിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് അനക്കണമെന്ന് നിങ്ങളുടെ ചിന്തയെങ്കിലും വന്നിട്ട്. മറ്റുള്ളവർ ഇരുന്നെടുത്ത് അനങ്ങില്ല. ഒന്ന് എഴുന്നേറ്റ് ഒരു 10 പ്രാവശ്യം ജമ്പ് ചെയ്യണമെന്ന് തോന്നിയത് ഒരു വളരെ കുറച്ച് ആൾക്കാർ. ബാക്കിയുള്ള എക്സസൈസിനെ പറ്റി ഞാൻ പറയുന്നില്ല, വിശദമായ എക്സസൈസുകൾ. എക്സസൈസ് എന്ന് പറയുമ്പോൾ ഇതെന്തോ വലിയ സംഭവമാണ് എന്ന് തോന്നുന്നു. ഒന്നുമില്ല, ശരീരത്തിന് അതിന്റെ അനക്കം കിട്ടാതിരുന്നാൽ അത് പണിമുടക്കുമെന്ന് അറിയുക. 10ാമത്തെ കാര്യം, സാമ്പത്തിക വിദ്യാഭ്യാസം. പൈസ വേണം, പണം വേണം, എല്ലാവർക്കും വേണം. എങ്ങനെ ഉണ്ടാക്കാം അതറിയില്ല. സാറ് പറഞ്ഞു അതെ, ഇത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് പൈസ? ഇപ്പൊ കുറച്ച് നേരത്തെ ഒരാൾ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ, സാറെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എന്താ എനിക്കാകെ കടമാണ്, സാർ ഒരു ഐഡിയ പറഞ്ഞാൽ എനിക്ക് പൈസ ഉണ്ടാക്കാൻ. എന്താ ഐഡിയ? അല്ല ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറേ ഞാൻ ഒരു ജോലിക്കും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴോ എങ്ങനെ ഉണ്ടാക്കാം? അല്ല സാറ് പറഞ്ഞ ഒരു ഐഡിയ പറഞ്ഞാൽ അത് വലിച്ചോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഉള്ളം കയ്യിൽ 00 എന്ന് എഴുതി വെച്ച ഐഡിയ പറഞ്ഞാൽ മതിയോ? ഓ സാറ് 00 എഴുതി വെക്കാൻ പറഞ്ഞാൽ എനിക്ക് കിട്ടും. എന്ത് കിട്ടും? 00 കിട്ടും. സാറ് ഞാൻ എങ്ങനെ ചോദിച്ചത്, ഉള്ളം കയ്യിൽ 00 എഴുതി വെച്ചാൽ മതിയോ? ഐഡിയ മതിയോ? ആ സാറ് അത് 00 എഴുതി വെച്ചാലും കിട്ടും. എന്ത് കിട്ടും? ആ 00 കിട്ടും. അപ്പൊ പിന്നെ അതല്ലേ നിങ്ങളിൽ ഇപ്പൊ നിലവിലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇത്രയും ശ്രദ്ധിക്കുന്ന ആൾക്കാർ ഉണ്ട് നമുക്ക്. ബാങ്കിൽ എത്ര ലോണെന്ന് വെച്ചാൽ ലോൺ ഉണ്ടായിട്ട് ആയിട്ട് പൊറുതി മുട്ടിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. എത്ര ലോൺ ഉണ്ട്? അയ്യോ സാറേ അതറിയില്ല. അപ്പൊ എന്താണ് ഈ പൊറുതി മുട്ടുന്നത്? പൊറുതി മുട്ടുന്നത് കുറേ ആൾക്കാർ പൈസ തരാണ്ട് വിളിക്കുന്നു. അപ്പൊ ഇത് ആരെ വാങ്ങിച്ചത്? അത് ഞാൻ പല സമയത്തും വാങ്ങിച്ചതാ. അപ്പൊ ഇത് എത്രയുണ്ട്? അയ്യോ സാറേ അതൊന്നും കൂട്ടാൻ എനിക്ക് സമയമില്ല സാറേ, കുറേ പണിയുണ്ട്, കുറേ ജോലിയുണ്ട്, അതിന്റെ ഇടയിലാണ് ഞാൻ. അപ്പൊ ഈ കുറേ ജോലി എന്തിനാ ചെയ്യുന്നത്? അത് കടം മേടിക്കലാണോ ജോലി? ഇതാണ് സാമ്പത്തിക വിദ്യാഭ്യാസമില്ലായ്മയിലെ ഏറ്റവും വലിയ പോരാട്ടം. കച്ചവടം, ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരുണ്ട്, എല്ലാവരും കച്ചവടം തുടങ്ങുക. എന്ത് ചെയ്യുന്നത്? സാറേ സാധനം കൊടുത്താൽ പൈസ കിട്ടും. സാധനം മേടിക്കാനോ? അത് ഞാൻ ഇവിടുന്ന് പലിശക്ക് കടം മേടിച്ചിട്ട് വളരെ വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകുന്ന ഒരാളുണ്ട്, എന്നോട് പറഞ്ഞ ഒരാളാണ്, ഞാൻ ബ്ലേഡിന്ന് പലിശ എടുത്തിട്ട് കച്ചവടം ചെയ്യുന്നു. അപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് എന്താണ്? കോഴി കച്ചവടമാണ് ചെയ്യുന്നത്. ഒരാൾ പറഞ്ഞ കോഴിയൊക്കെ ഉണ്ട്. അപ്പൊ എത്രയാ അത് ഞാൻ 1000 രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ 900 രൂപ എനിക്ക് കിട്ടും. ബാക്കി വൈകിട്ട് 1100 രൂപ ഒറ്റ കൊടുക്കണം, 1000 രൂപ കൊടുക്കണം എന്നെന്തോ പറഞ്ഞു. അപ്പൊ ഈ കോഴി വിറ്റ് എത്ര കിട്ടും? കോഴി വിറ്റ് കഴിഞ്ഞാൽ ഒരു 950 രൂപ കിട്ടും എനിക്ക്. അപ്പൊ എത്ര കൊടുക്കേണ്ടത്? 1000. കിട്ടുന്ന എത്ര? 950. പിന്നെന്തിനാ കച്ചവടം ചെയ്യുന്നത്? അല്ല എന്നാലും കച്ചവടമായിരുന്നു സാർ, എന്തും പണിയായില്ലേ? 50 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള പണിയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഞാനിത് പറഞ്ഞ് ഞാൻ കേൾക്കുന്നതുകൊണ്ട് പറയാം കേട്ടോ.
നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. പേഴ്സൻറ്റേജ് കച്ചവടം ചെയ്യുന്ന 25 വർഷമായി കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് 100 രൂപയ്ക്ക് ഇവിടെ സാധനത്തിന്റെ വില 120 രൂപയ്ക്ക് വിറ്റാൽ നിങ്ങൾക്ക് എത്ര രൂപ ലാഭം കിട്ടിയെന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പൊ അത് എത്ര പേഴ്സൻറ്റേജ് ആണ് നിങ്ങളുടെ ലാഭം അതറിയില്ല. അപ്പൊ 100 രൂപയുടെ സാധനം നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് വിൽക്കും? അതൊരു 105 രൂപ കിട്ടിയൊക്കെ വിറ്റേക്കാം. അപ്പൊ 5 രൂപ നിങ്ങൾക്ക് ആ ലാഭം കിട്ടിയാൽ നിങ്ങൾക്ക് ചെലവ് മതിയാവോ കടയിൽ? അപ്പൊ എത്ര രൂപയുടെ നിങ്ങൾക്ക് 5000 രൂപയ്ക്ക് ഒരു മാസം ഒരു ദിവസം കച്ചവടം ചെയ്യും. അപ്പൊ 5000 രൂപ വിറ്റാൽ എത്ര രൂപ കിട്ടി നിങ്ങൾക്ക്? അപ്പൊ അതെനിക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം കടയുടെ വാടക എത്ര? അത് ഇത്രയാണ്. സാമ്പത്തിക വിദ്യാഭ്യാസം ഇല്ല. ഞാനിത് പറഞ്ഞു നിങ്ങളോട് എല്ലാവരോടും പറയാണ്, ആരോടുന്നല്ല എല്ലാവരോടും പറയാണ്, ഇങ്ങനെയൊക്കെ ആവരുത് ജീവിതം. ഇങ്ങനെ ആകുമ്പോഴാണ് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയാണ്. പ്രധാനമായിട്ടും പറഞ്ഞു വന്ന ഈ 10 കാര്യങ്ങളിൽ പറഞ്ഞു വന്നത് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയെന്ന് വെച്ചാൽ, നമുക്ക് ഭാഗ്യം കടാക്ഷിക്കണമെങ്കിൽ, നമ്മളുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുതിച്ചുയരണമെങ്കിൽ, ഭാഗ്യം നമ്മൾ കടാക്ഷിക്കണമെങ്കിൽ എന്ത് രൂപത്തിലാണ് ഭാഗ്യം നമ്മളിൽ വരേണ്ടത് എന്ന് യൂണിവേഴ്സിനോട് പറയണം. എനിക്ക് ഇന്ന രൂപത്തിലാണ് എന്റെ ഭാഗ്യം വേണ്ടത് എന്ന് യൂണിവേഴ്സിനോട് പറഞ്ഞാൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ഞാൻ പലവട്ടം പറഞ്ഞാണ്, ദൈവം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറയാണ് എന്താ വേണ്ടത്. ഒരു മിനിറ്റ് ഞാനൊന്ന് ചോദിച്ചിട്ട് വരട്ടെ, ഭാര്യയോട് ചോദിക്കട്ടെ, ഭർത്താവിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവം നിൽക്കുമോ? ഇല്ല. ലക്ഷ്യബോധം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ഭാഗ്യം നിങ്ങളെ തേടി എത്തുകയുള്ളൂ എന്ന് കൃത്യമായി പറയുകയാണ്. കാരണം ഇതില്ലാതെ ഇന്നേ വരെ ആർക്കും എവിടെയും എത്താൻ സാധിച്ചിട്ടില്ല. ലോട്ടറി എടുക്കാത്തടത്തോളം കാലം ലോട്ടറി അടിക്കണമെന്ന് പറയരുത്, പ്രാർത്ഥിക്കരുത്. നടക്കില്ല. പണിയെടുക്കാതെ കാശുണ്ടാവണമെന്ന് ഒരുത്തനെങ്കിലും പറഞ്ഞാൽ കൃത്യമായി പറയും നടക്കില്ല. കാരണം പ്രപഞ്ചത്തിന്റെ നിയമത്തിന് എതിരാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് പ്രപഞ്ചം നിങ്ങളെ തന്നെ നിഷ്കാമം ചെയ്തു കളയും. ഇതാണ് പ്രപഞ്ചം നിങ്ങളെ കാരണം പ്രപഞ്ചത്തിന്റെ നിയതിക്ക് ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഒന്നും പ്രപഞ്ചം കൊണ്ട് നിർത്താറില്ല. അത് മനസ്സിലാക്കുക. ഇനി ഒറ്റ എളുപ്പ വഴി പറയാം. പെട്ടെന്ന് പോകണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം. എന്താണ്? പ്രപഞ്ചത്തിന്റെ നിയതിക്ക് എതിരായി പ്രവർത്തിക്കാൻ പെട്ടെന്ന് പോകാൻ പറ്റും. അത്ര ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത്ര ക്ലാസ്സുകൾ മനസ്സിലാക്കുക. ഒരുപാട് മനസ്സിലാക്കലുണ്ട്. ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞല്ല, സമയമെടുത്ത് മനസ്സിലാക്കണം. മനസ്സിനെ പാകപ്പെടുത്തണം. ലക്ഷ്യത്തിലേക്ക് എത്തണം. അതിന് ആത്മാർത്ഥമായ പരിശീലനം ഉണ്ടായാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് മാത്രം എല്ലാവരും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ 5 മിനിറ്റ് സംസാരിക്കാം. എനിക്കത് കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റേ ക്ലാസ്സിൽ പോകാനുള്ളതാണ്. താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം. യെസ്, എന്തെങ്കിലും ചോദിക്കാണ്ട് പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്തോളൂ. ഇല്ലല്ലോ. അപ്പൊ ആർക്കൊന്നുമില്ല. എന്നാ പിരിയാം. താങ്ക് യു വെരി മച്ച്. Thank you, sir. Thank you, Thank you, sir.